कुसुमित द्रुमदल शोभिनी सुहासिनी सुमधुर भाषिणी सुखदां वरदां मातरं वन्दे मातरं वन्दे मातरं परमगति ബഹുമാനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ, പാർട്ടിയുടെ കേരളത്തിലെ നടന്ന നേതാവ് ശ്രീ പി കെ കൃഷ്ണദാസ്, പാർട്ടിയുടെ ആരാധനായ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, മുൻ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന സമിതി അംഗവുമായ ശ്രീ സുരേഷ് കുമാർ ഷെട്ടി, ജില്ലാ ജനറൽ സെക്രട്ടറി സുധാമ കോസാട, ജില്ലാ ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, നമസ്കാരം. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം എല്ലാ മര്യാദകളും മറന്നുകൊണ്ട്, എല്ലാ ജനകീയ സമ്പ്രദായങ്ങളും മറന്നുകൊണ്ട് കേരളത്തെ ലോകത്തിലാകമാനം ലജ്ജാകരമായ അവസ്ഥയിലേക്ക് തള്ളി നീക്കിക്കൊണ്ട് കേരള മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയും സ്പീക്കറും 3 മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും IT സെക്രട്ടറിയും അതുപോലെ സെക്രട്ടേറിയറ്റിലെ തലമുതിർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന വലിയൊരു ഉദ്യോഗസ്ഥ മന്ത്രി വൃന്ദങ്ങൾ ചരിത്രത്തിൽ ഇന്നോളം കേട്ടുകളില്ലാത്ത വണ്ണം അങ്ങേയറ്റം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും രാജ്യസുരക്ഷയെയും ഭയാനകമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള കള്ളക്കടത്ത്, സ്വർണ്ണ കള്ളക്കടത്ത്, അതിലുപരി പല നയതന്ത്ര മര്യാദകളെ ലംഘിച്ചുകൊണ്ടുള്ള അഴിമതി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസേന ദൃശ്യ പത്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകരും അതുപോലെ ഉദ്യോഗസ്ഥന്മാരും കാട്ടിക്കൂട്ടിയ, കഴിഞ്ഞ 4 വർഷം കൊണ്ട് കാട്ടിക്കൂട്ടിയ ഭീമാകാരമായ അഴിമതിയുടെ കഥകൾ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കര മേനോനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ദിവസേന NIA-യുടെയും റോയുടെയും IB-യുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാവാതെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ അധികാരങ്ങളുമില്ലാത്ത ഒരു യുവതി, ഒരു സ്ത്രീ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മറയാക്കിക്കൊണ്ട് വിദേശ നയതന്ത്ര ബന്ധത്തെ പോലും പരിഹാസ്യമാക്കിക്കൊണ്ട് ഈ അഴിമതിക്ക് എല്ലാവിധ അവകാശം ചെയ്തു കൊടുക്കുന്നു. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഒട്ടനവധിയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഭരണത്തിൽ തുടരാൻ അർഹതയില്ല. എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് സംശുദ്ധമായ ഒരു അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കണം, അല്ലെങ്കിൽ അന്വേഷണത്തിന് വിധേയനാവണം. ഇതാണ് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ സമാരാധനായ സംസ്ഥാന അധ്യക്ഷനും മറ്റു മുതിർന്ന നേതാക്കന്മാരും ഒട്ടേറെ തവണ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കൂടിയും സമര പരിപാടികളിൽ കൂടിയും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുജന മനസാക്ഷിക്ക് മുമ്പിൽ ഇതിനോടകം ഈ വിഷയം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഭാരതത്തിന് പുറത്തുള്ള മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷമാകേണ്ട UDF അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഈ അഴിമതിയെ വെള്ളപൂശാനും മറക്കാനും തമസ്കരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമര പരിപാടികൾ കൂടി കഴിഞ്ഞ 2 മാസക്കാലമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പഞ്ചായത്ത്, വാർഡ് തലങ്ങളിൽ ശക്തമായ ജനവികാരം ഉയർത്താൻ വേണ്ടിയുള്ള സമര പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടന്നുവരുന്ന സമര പ്രഖ്യാപന വെർച്വൽ റാലികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ്
BJP കാസർഗോഡ് ജില്ലാ ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ഈ വെർച്വൽ റാലി, ഇതിനെക്കുറിച്ച് സവിസ്തരം ഇതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി പാർട്ടിയുടെ സമുന്നതരായ നേതാവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ പാർട്ടി അംഗങ്ങളെയും സഹപ്രവർത്തകരെയും ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ സമാരാധനായ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സമാരാധനായ സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന നേതാവ്, ദേശീയ നിർവാഹക സമിതി അംഗം, യുവമോർച്ചയിൽ കൂടി യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി, പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള സംസ്ഥാന അധ്യക്ഷനായി അനവധി സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ യുവജനങ്ങളെ ആവേശം കൊള്ളിച്ച ധീരനായ നേതാവ് ശ്രീ PK കൃഷ്ണദാസ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന സമിതി അംഗവുമായ സുരേഷ് കുമാർ ഷെട്ടി, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ P രമേശ്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി സുധർമ്മ ഗോസല, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടി കൊറോണ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ മുഴുവൻ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നാമമാത്രമായ പ്രാതിനിധ്യം മാത്രമായുള്ള ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജില്ലാ ഭാരവാഹികൾ, വാർത്തകളുടെ ജില്ലാ അധ്യക്ഷന്മാർ, മണ്ഡലം പ്രസിഡന്റുമാർ, മണ്ഡലം ഭാരവാഹികൾ, മറ്റ് ചുമതലപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന പാർട്ടിയുടെ പ്രവർത്തകർ, അനുഭാവികൾ എന്നിവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷ നടപടികൾ പൂർത്തീകരിക്കാനായി ജില്ലാ അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. കാസർഗോഡ് ജില്ലാ വെർച്വൽ റാലി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പ്രിയങ്കരനായ ശ്രീ PK കൃഷ്ണദാസ് ജി, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ രാജൻ, ശ്രീ സുധർമ്മ ഗോസാല, സംസ്ഥാന സമിതി അംഗം ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ P സുരേഷ് കുമാർ ഷെട്ടി, സംസ്ഥാന സമിതി അംഗം ശ്രീ P രമേശ്, ജില്ലാ ഭാരവാഹികൾ, അതുപോലെ തന്നെ മോർച്ചകളുടെ ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന ഭാരവാഹികൾ, ഇവിടെ ഈ പരിപാടിയിൽ വെർച്വലായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമയം സേവനം തന്നെ രാഷ്ട്രീയ പ്രവർത്തനമാണ്, സംഘടനാ പ്രവർത്തനമാണ് എന്ന ആപ്തവാക്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതനുസരിച്ച് നമ്മളോട് നമ്മുടെ പ്രധാനമന്ത്രി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുകയും പാർട്ടി ദേശീയ അധ്യക്ഷന്റെ ആഹ്വാനപ്രകാരം നാം ആ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. അത്തരം ഒരു സംഘടനക്ക് ഇതുപോലെ ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ ഈ രാജ്യത്തെ അപകടത്തിലാക്കുന്ന, ഐക്യത്തെ തകർക്കുന്ന, സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ താറുമാറാക്കുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ അഴിമതിയിൽ മുങ്ങിയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ശക്തമായിട്ടുള്ളൊരു പ്രക്ഷോഭത്തിന് ഈ സമയത്ത് നമുക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതിന്റെ കാര്യകാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉദ്ഘാടനം ശ്രീ കൃഷ്ണദാസ് ജിയുടെ പ്രതിപാദിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ കാസർഗോഡ് ജില്ലയിൽ അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രയാസങ്ങൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അല്പസമയം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാസർഗോഡ് ഏറെ
ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് ദക്ഷിണ കന്നഡ ജില്ലയാണ്, പ്രത്യേകിച്ച് മംഗലാപുരം, പുത്തൂർ, സുബിയെ പോലുള്ള സ്ഥലങ്ങളെയാണ്. നമുക്കൊരു നല്ല ആശുപത്രി കൂടെ ഇല്ല. എന്തിനേയും നമുക്ക് തൊട്ടടുത്ത ജില്ലയെ, സംസ്ഥാനത്തെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അവിടുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഒരു ആശുപത്രിക്ക് വേണ്ടി കർണാടക ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് പോകാൻ. അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ 14 ദിവസം ക്വാറന്റൈനിൽ കിടക്കേണ്ടി വരും. ഇവിടുത്തെ നല്ലൊരു ശതമാനം ജനം മംഗലാപുരത്തും അതുപോലെ തന്നെ ദക്ഷിണ കന്നഡ ജില്ലയിലും വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. അത്തരം ആൾക്കാർക്ക് ജോലിക്ക് ഇന്ന് പോകാൻ സാധിക്കാത്ത വിധത്തിലുള്ള സാഹചര്യമാണുള്ളത്. നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് അപ്പുറത്തെ ജില്ലയ്ക്ക് പോകണമെങ്കിൽ വലിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാസ് കൊടുക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ അപ്രായോഗികവും അശാസ്ത്രീയവുമായിട്ടുള്ള ഒരുപാട് നിബന്ധനകൾ വെച്ചുകൊണ്ട് പാസ് കൊടുക്കാതിരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. പലതും വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. കടലോരത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികള്, അത് മത്സ്യഗ്രാമങ്ങളെല്ലാം തന്നെ വലിയ അരുതിയിലാണ്, പ്രയാസത്തിലാണ്, ദുരിതത്തിലാണ്. കാസർഗോഡ്, കസബ, ഊട്ടിക്കുളം ഉൾപ്പെടെയുള്ള കടപ്പുറങ്ങൾ ഇന്ന് പട്ടിണിയിലാണ്. അവിടെ കോവിഡ് വ്യാപനമുണ്ട്. അങ്ങനെ കോവിഡ് വ്യാപനം കൊണ്ട് അവിടെ മുഴുവൻ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല. ഇവിടെ നിന്ന് ആർക്കെങ്കിലും അങ്ങോട്ട് പോകാനും സാധിക്കുന്നില്ല. അവിടെ ഭക്ഷണമില്ല, അവർക്ക് മത്സ്യം പിടിക്കാൻ അനുവാദമില്ല, പിടിച്ച മത്സ്യം പോലും വിൽക്കാനുള്ള അനുവാദമില്ലാതെ ജനങ്ങൾ പൊരുതിമുട്ടുന്ന ഒരു അവസ്ഥയാണ്. അവിടെ ഒരു പരിഹാരം അടിയന്തരമായിട്ട് കാണാൻ പോലും നമ്മുടെ ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല. അപ്പൊ ജനവിരുദ്ധ സമീപനം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ മുട്ടിപ്പിക്കുന്ന, ഇവിടുത്തെ ജനങ്ങളെ ആകെ അവഗണിക്കുന്ന അനാസ്ഥയ സംസ്ഥാന സർക്കാർ കാണിക്കുന്നു. അതിനെതിരായിട്ടുള്ള ഒരു ജനവികാരം നമുക്ക് ശക്തമായിട്ട് ഉണ്ട് ഇവിടെ. ആ ജനവികാരത്തെ മാനിച്ചുകൊണ്ട് BJP അതിശക്തമായിട്ടുള്ള പോരാട്ടം ഈ കാര്യത്തിലും നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പറയുകയാണ്. ജനങ്ങൾക്ക് BJP കാസർഗോഡ് ജില്ലാ നേതൃത്വം ഒരു ഉറപ്പ് നൽകുകയാണ്. നിങ്ങളുടെ പ്രകാശത്തിന്റെ കൂടെ നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും ഒപ്പം ഭാരതീയ ജനതാ പാർട്ടി കൂടെയുണ്ട്. ഇനിയും ശക്തമായിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. കാസർഗോഡ് ജില്ലയിലെ BJP ഈ ലോക്ക്ഡൌൺ തുടങ്ങിയിട്ട് ഇന്ന് വരെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് പ്രക്ഷോഭവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ജനങ്ങൾക്കൊപ്പം അടി ഉറച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെർച്വൽ റാലി സംഘടിപ്പിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യത്തെ കുറിച്ച് സംസാരിക്കാനും ഈ വെർച്വൽ റാലി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദരണീയനായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസ്ജിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ആദരണീയനായ യോഗ അധ്യക്ഷൻ, ജില്ലാ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ശ്രീകാന്ത്, BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന സമിതി അംഗവും കൂടിയായ ശ്രീ സുരേഷ് കുമാർ ഷെട്ടി, BJP സംസ്ഥാന സമിതി അംഗം ശ്രീ P. രമേശ്, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ A. വേലായുധൻ, ജനറൽ സെക്രട്ടറിയായ ശ്രീ സുധാമ ബോസാഡ, മറ്റിവിടെ ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, വിവിധ സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഈ പരിപാടി ശ്രമിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ ഘടകം ഈ വെർച്വൽ റാലി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മുൻ പ്രധാനമന്ത്രി ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് 2 വർഷം പൂർത്തിയാവുകയാണ്. ആമുഖത്തിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു വിവരണത്തിന്റെയോ ആവശ്യമില്ലാത്ത ഇന്ത്യ കണ്ട പ്രഗത്ഭനായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ അടൽ ബിഹാരി വാജ്പേയി.
മലയാളത്തിൽ ഒരു ശൈലിയുണ്ട്. ആകാശത്തിന് സമം ആകാശം, സാഗരത്തിന് സമം സാഗരം. അതായത് ആകാശത്തിലെ ആകാശത്തോട് മാത്രമേ ഉപമിക്കാൻ സാധിക്കൂ, സാഗരത്തെ സാഗരത്തോട് മാത്രമേ ഉപമിക്കാൻ സാധിക്കൂ. പ്രിയമുള്ളവരെ, ആകാശത്തിന് സമം ആകാശമാണെങ്കിൽ, സാഗരത്തിന് സമം സാഗരമാണെങ്കിൽ, അടൽ ബിഹാരി വാജ്പേയിക്ക് സമം അടൽ ബിഹാരി വാജ്പേയി മാത്രമാണ്. ഇന്ത്യ കണ്ട പ്രഗത്ഭനായ പ്രധാനമന്ത്രിയാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി. മാത്രമല്ല, പ്രഗത്ഭനായിട്ടുള്ള പാർലമെന്റേറിയൻ, മികവുറ്റ ഭരണാധികാരി. അതിനപ്പുറത്ത് എല്ലാ യോഗ്യതകളുമുള്ള ഒരു രാഷ്ട്ര തന്ത്രജ്ഞനും കൂടിയാണ്. ഏതാണ്ട് 6 പതിറ്റാണ്ടിലധികം കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു ശ്രീ അടൽ ബിഹാരി വാജ്പേയി. അദ്ദേഹത്തിന്റെ ത്യാഗ സഹനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഭാരതീയ ജനസംഘത്തിലൂടെ പിന്നീട് ജനതാ പാർട്ടിയിലും, അതിനെ തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തനത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം 98 മുതൽ 2004 വരെ തുടർച്ചയായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചു. 96-ൽ പ്രധാനമന്ത്രി പദത്തിലെത്തിയെങ്കിൽ 13 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായിട്ട് വന്നു. ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ചുമതല ഏറ്റെടുക്കുന്നത് വരെ ഒരു 6 വർഷം പൂർത്തീകരിച്ച ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ അടൽ ബിഹാരി വാജ്പേയി. ഒരുപക്ഷെ ഇന്നിന്റെ ചരിത്രം എഴുതുന്ന നാളെയുടെ ചരിത്രകാരന്മാർ ഇന്ത്യയിലെ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ ഭരണകാലം ഭാരതത്തിന്റെ വസന്തകാലമെന്ന് രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഭാരതത്തെ എല്ലാ അർത്ഥത്തിലും, സാമ്പത്തികമായിട്ട് എല്ലാ അർത്ഥത്തിലും കൈപിടിച്ചുയർത്തിയ ഒരു ഭരണ കാലഘട്ടമായിരുന്നു 98 മുതൽ 2004 വരെയുള്ള അടൽജിയുടെ ഭരണകാലഘട്ടം. 98-ലായിരുന്നു രാജസ്ഥാനിലെ പൊഖ്രാനില് ബുദ്ധൻ ചിരിച്ചത്, നാം ആണവ പരീക്ഷണം നടത്തിയത്. ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആത്മാഭിമാനം ആകാശത്തോളം ഉയർത്തിയ നേതാവ് കൂടിയായിരുന്നു ശ്രീ അടൽ ബിഹാരി വാജ്പേയി. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നമ്മുടെ പാർലമെന്റിനകത്ത് എത്രമാത്രം ശ്രദ്ധേയമായിരുന്നുവെന്നും എതിരാളികൾ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ കാതോർത്തു നിന്നിരുന്നുവെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടൽജിയുടെ വിശേഷണങ്ങൾ എത്ര പറഞ്ഞാലും അധികമാവില്ല. രാജ്യം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി, രാഷ്ട്രതന്ത്രജ്ഞൻ, രാജ്യസ്നേഹി, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ കൊണ്ട് ശ്രീമാൻ അടൽ ബിഹാരി വാജ്പേയി സൂചിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുന്നിൽ നമ്മൾ എല്ലാവരും ഈ അവസരം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഒരുപടി കാറുപൊട്ടൽ അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ ഘടകം വെർച്വൽ റാലി സംഘടിപ്പിക്കുകയാണ്. സംസ്ഥാന സമിതിയുടെ തീരുമാനമനുസരിച്ച് കേരളത്തെ 14 ജില്ലകളിലും ഇതുപോലുള്ള വെർച്വൽ റാലികൾ സംഘടിപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഈ കൊറോണ മഹാമാരി മനുഷ്യന്റെ ജീവനും ജീവിതത്തിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ വെല്ലുവിളിയെ അതിജീവിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ, NDA സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ ദുരിതമനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന, നിരാലംബരായ, നിരാശ്രരായിട്ടുള്ള സാധാരണക്കാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു, മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു, ആവശ്യമുള്ളതെല്ലാം എത്തിച്ചു കൊടുക്കുന്ന
ജീവകാരുണ്യ പ്രവർത്തനവും നടത്തിയിരിക്കുകയാണ്. ലോകത്തിന്റെ ചരിത്രത്തിലെ രാഷ്ട്രീയ പാർട്ടി ഇത്രയും സമാനതയില്ലാത്ത സേവാ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ പ്രവർത്തകന്മാര് സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ പ്രവർത്തകന്മാര് ആശുപത്രിയിൽ പോകാൻ സാധിക്കാത്ത പാവപ്പെട്ടവർക്ക് മരുന്നെത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സമാനതയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സേവാ പ്രവർത്തനങ്ങൾ രാജ്യത്തെല്ലായിടത്തും നടന്നതുപോലെ കാസർഗോഡ് ജില്ലയിലെ പ്രവർത്തകന്മാർ നടത്തിയിട്ടുണ്ട്. ഈ അവസരത്തിൽ സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ഈ കൊറോണ കാലഘട്ടത്തിൽ സേവാ പ്രവർത്തനം നടത്തിയ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഭാരവാഹികളെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മഹാമാരി മനുഷ്യ ജീവന് നേരെ വൻ വെല്ലുവിളിയാണ് ഉയർത്തിയത്. അതേപോലെ മനുഷ്യ ജീവിതത്തിന് നേരെയും വലിയ വെല്ലുവിളിയാണ്. നമുക്കൊരു ജീവന് നേരെ ഉയർത്തിയ വെല്ലുവിളി അതിജീവിക്കാൻ നരേന്ദ്രമോദി സർക്കാർ ആവശ്യത്തിന് PPE കിറ്റ് ഉത്പാദിപ്പിച്ചു. ഈ കൊറോണ കാലം ആരംഭിക്കുന്നതിന് മുമ്പ് നാം ഒരു PPE കിറ്റും നിർമ്മിച്ചിട്ടില്ല. പക്ഷെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് PPE കിറ്റുകൾ നിർമ്മിച്ചു, വെന്റിലേറ്ററുകൾ നിർമ്മിച്ചു, കോവിഡ് ആശുപത്രികൾ ഉണ്ടാക്കി. അതേപോലെ തന്നെ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് രാജ്യത്താകമാനം 29 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആവശ്യത്തിന് ലാബുകൾ നിർമ്മിച്ചു. എല്ലാ വ്യവസ്ഥകളും ജീവന് നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളിയെ അതിജീവിക്കാൻ നരേന്ദ്രമോദി സർക്കാർ എണ്ണമറ്റ പ്രവർത്തനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഒരു പരിധിവരെ ഈ മഹാമാരിയെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മുടെ ഭാരതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മരണനിരക്ക് ഏറ്റവും കുറച്ചു കൊണ്ടുവരാൻ ഭാരതത്തിന് സാധിച്ചത് ഗവൺമെന്റിന്റെ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടാണ്. അതേപോലെ ജീവിതത്തിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയെ അതിജീവിക്കാൻ നമുക്കറിയാം 20 ലക്ഷം കോടിയുടെ ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതി പാക്കേജ് പ്രഖ്യാപിക്കുകയുണ്ടായി. കൊറോണ മഹാമാരി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എല്ലാ അർത്ഥത്തിലും തകർത്തിട്ടുണ്ട്. കൊറോണ മഹാമാരി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഒരു മൃതപ്രായമാക്കി മാറ്റിയിട്ടുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ എല്ലാ ഭാഗം ജനങ്ങൾക്കും ദുരിതമാണ് ഈ മഹാമാരി സംഭാവന ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം, ഈ മൃതപ്രായമായിട്ടുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രീമാൻ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പാക്കേജ് ഒരർത്ഥത്തിൽ ഒരു മൃതസഞ്ജീവനി തന്നെയാണ്. അതായത് മൃതപ്രായമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മൃതസഞ്ജീവനിയാണ് 20 ലക്ഷം കോടിയുടെ ആത്മനിർഭർ പാക്കേജ്. ഒരു ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട പ്രാഥമികമായ കടമയാണ് ശ്രീ നരേന്ദ്രമോദി സർക്കാർ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചു, കൊറോണ മനുഷ്യ ജീവനും ജീവിതത്തിനും വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു. അതോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ 4 കൊല്ലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ രാഷ്ട്ര സുരക്ഷയ്ക്കും വൻ ഭീഷണിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കൊറോണക്കെതിരെ നാം യുദ്ധം പ്രഖ്യാപിച്ചതുപോലെ തന്നെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടും ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രക്ഷോഭം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BJP ഇന്ന് പോരാട്ട മുഖത്തുള്ള സംഘടനയാണ്, യുദ്ധമുഖത്തുള്ള സംഘടനയാണ്, പ്രക്ഷോഭ രംഗത്തുള്ള സംഘടനയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത്? മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായ കാരണങ്ങളാണ്. ഈ ഗവൺമെന്റ്, ഈ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും രാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് രാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനം രാജിവെക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കെതിരായിട്ട് നിരവധി ആരോപണങ്ങൾ മുൻപ് ഉയർന്നു വന്നിട്ടുണ്ട്.
പക്ഷെ ഇന്ന് പിണറായി വിജയനെതിരെ ഉയർന്നു വരുന്ന പോലുള്ള ആരോപണങ്ങൾ കേരളത്തിലേത് മാത്രമല്ല ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ടും ഒരു കാലത്തും ഉയർന്നു വന്നിട്ടില്ല. നമുക്കറിയാം, അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായിട്ട് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട്, മുഖ്യമന്ത്രി ഓഫീസിന് ബന്ധമുണ്ട്. ഇതേപോലെ തന്നെ ആഗോള ഭീകരന്മാരുമായിട്ട്, രാജ്യദ്രോഹികളുമായിട്ട്, ഹവാലക്കാരുമായിട്ട്, കമ്മീഷൻ കൈക്കൂലി പറ്റുന്നവരുമായിട്ട് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി ഓഫീസിനും ഉള്ള അഭേദ്യമായ ബന്ധം ഓരോ ദിവസം കഴിയും തോറും തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസും രാജ്യദ്രോഹികളുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നു വന്നിട്ടില്ല. ഒരു മുഖ്യമന്ത്രിക്കും ഒരു മുഖ്യമന്ത്രി ഓഫീസിനെതിരെ ആഗോള ഭീകരന്മാരുമായി ബന്ധമുണ്ടെന്നോ, രാജ്യദ്രോഹികളുമായി ബന്ധമുണ്ടെന്നോ, ഹവാലക്കാരുമായി ബന്ധമുണ്ടെന്നോ ആരോപണം ഉയർന്നു വന്നിട്ടില്ല. ഇവിടെ ആരോപണം മാത്രമല്ല, തെളിവ് സഹിതം ഇപ്പോൾ എല്ലാം പുറത്തുവിട്ട ഹൈക്കോടതി, അതേപോലെ തന്നെ സാമ്പത്തികകാര്യ കോടതി, ഇവരെല്ലാം തന്നെ ഈ കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. ഇത് ശരിയാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രമുഖ ആസൂത്രകയും പ്രതിയുമായ സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷയിൽ NIA കോടതിയിൽ ബോധിപ്പിച്ചത് എന്തായിരുന്നു? അതിനെ തുടർന്ന് കോടതി എന്താ വിധി പ്രഖ്യാപിച്ചത്? കോടതി പറഞ്ഞത്, ഹൈക്കോടതി പറഞ്ഞത്, അതുപോലെ സാമ്പത്തിക കോടതി പറഞ്ഞത്, ഈ പ്രതിക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വാധീനമുണ്ട്, അതുകൊണ്ട് പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അതായത് മുഖ്യമന്ത്രിക്ക് രാജ്യദ്രോഹികളുമായി, കള്ളക്കടത്തുകാരുമായി, ഭീകരന്മാരുമായി ബന്ധമുണ്ടെന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, മറിച്ച് ഇക്കാര്യം നമ്മുടെ രാജ്യത്തെ നീതിന്യായ കോടതിയും അടിവരയിട്ടുകൊണ്ട് സമ്മതിച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾ നോക്കുക, സ്വപ്ന സുരേഷിനെ പോലെയുള്ള, റമീസിനെ പോലെയുള്ള, ശരത്തിനെ പോലെയുള്ള, സന്ദീപ് നായരെ പോലെയുള്ള കള്ളക്കടത്തുകാർക്ക്, രാജ്യദ്രോഹികൾക്ക് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധം, മുഖ്യമന്ത്രി ഓഫീസിൽ സ്വാധീനമുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കോടതി നിരീക്ഷിച്ചിട്ടു. കോടതി പറഞ്ഞിട്ടു. എങ്ങനെയാണ് പിണറായി വിജയൻ തൽസ്ഥാനത്തിരിക്കാൻ സാധിക്കുന്നത്? മാത്രമല്ല, ഹൈക്കോടതിയുടെ മറ്റൊരു നിരീക്ഷണവും കൂടിയുണ്ട്. എന്താ നിരീക്ഷണം? ഈ കള്ളക്കടത്ത് കേസിലെ പ്രതികളുടെ മാർഗദർശിയാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതികളുടെ മാർഗദർശിയാണെന്ന, വഴികാട്ടിയാണെന്ന. അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്ന പദവി നമുക്കറിയാം. മുഖ്യമന്ത്രിയുടെ ജീവാത്മാവും പരമാത്മാവുമാണ്. മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനാണ്. മുഖ്യമന്ത്രി കാണുന്നതിന് മുമ്പ് രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന ഫയലുകൾ പോലും അദ്ദേഹമാണ് ആദ്യം കാണുന്നത്. അത്രയും സുപ്രധാനമായ പദവിയാണ് ഒരു മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി. മാത്രമല്ല, ഈ ശിവശങ്കർ എന്ന വ്യക്തിയും ശ്രീമാൻ പിണറായി വിജയൻ തമ്മിലുള്ള ബന്ധം അതിനേക്കാൾ അപ്പുറത്താണ്. പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിരിക്കുന്ന മാധ്യമങ്ങളിൽ, ചാനലുകളിൽ അതിന്റെ നേരെ പിന്നില് അദ്ദേഹമായിരുന്നു അനുഭവിച്ചിരുന്നത്. അതാണ് ശിവശങ്കരനും പിണറായി വിജയൻ തമ്മിലുള്ള ബന്ധം. ആ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജ്യദ്രോഹികളുടെ സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ മാർഗദർശിയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും, കള്ളക്കടത്തുകാരുടെയും രാജ്യദ്രോഹികളുടെയും മാർഗദർശിയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരനെങ്കിൽ ഈ കള്ളക്കടത്തുകാരുടെയും രാജ്യദ്രോഹികളുടെയും രക്ഷാകർത്താവാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ കാര്യപ്പെട്ടെ
കൈവെക്കേണ്ടതല്ലേ? നാം മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മുടെ കോടതിയുടെ വിധി മുഖവിലക്കെടുത്ത ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, ആ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആസൂത്രക പ്രധാന പ്രതികൾ ഇവർക്കെല്ലാം മുഖ്യമന്ത്രിയുമായി ബന്ധം, മുഖ്യമന്ത്രി ഓഫീസിൽ സ്വാധീനം. എങ്കിലൊരു കാര്യം നാം പറയേണ്ടത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മുഖ്യമന്ത്രിയുമായുള്ള ബന്ധവും മുഖ്യമന്ത്രി ഓഫീസിലുള്ള സ്വാധീനവുമാണ് സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള രാജ്യദ്രോഹികൾക്ക് ശതകോടി മൂല്യം വരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് നടത്താൻ സഹായകമായത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം ഉപയോഗിച്ച്, ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ദശകോടി രൂപയുടെ മൂല്യം വരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതായിട്ട് എവിടെയെങ്കിലും നാം കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധം, മുഖ്യമന്ത്രി ഓഫീസിലെ സ്വാധീനം ഉപയോഗിച്ച് ഇത്രയും കിലോകണക്കിനുള്ള സ്വർണം കടത്തിയതിൽ നമ്മുടെ കേരളം ഒന്നാം സ്ഥാനത്താണ്. ഇക്കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അഭിമാനിക്കാൻ വകയുണ്ട് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. ഓരോ ദിവസം അതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നില്ല. ഞങ്ങൾ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രക്ഷോഭം രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന പ്രക്ഷോഭമാണ്. മുഖ്യമന്ത്രിക്കെതിരായുള്ള പ്രക്ഷോഭം, LDF ഗവൺമെന്റിനെതിരായുള്ള പ്രക്ഷോഭം രാജ്യദ്രോഹികൾക്കെതിരായുള്ള പ്രക്ഷോഭമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ മലയാളികളോട്, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ മലയാളികളോട് BJP സംഘടിപ്പിക്കുന്ന ഈ പ്രക്ഷോഭവുമായിട്ട് സഹകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. ഞങ്ങളൊരു കാര്യവും കൂടി സൂചിപ്പിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോട് ഞങ്ങൾ പറയുകയാണ്, നിങ്ങളും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടണം. പക്ഷെ അത് രാഷ്ട്രസുരക്ഷയുടെ പേരിലല്ല. നിങ്ങൾക്ക് രാഷ്ട്രസുരക്ഷ വലിയ പ്രശ്നമല്ല എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ രാഷ്ട്രസുരക്ഷ ഒന്നും തകർക്കാൻ ശ്രമിച്ചവരാ. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് സീതാറാം യെച്ചൂരിയോട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടണമെന്ന് BJP പറയുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്പകാലമെങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കണമെങ്കിൽ അത് ആവശ്യമായി വരും എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ ശ്രീമാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഓരോ ദിവസവും CPM-ന്റെ ശവപ്പെട്ടിയിലെ ഓരോ ആണിയടിയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ ആയുസ് അല്പമെങ്കിലും നീട്ടിക്കിട്ടണമെങ്കിൽ പിണറായി വിജയൻ തലസ്ഥാനം എത്രയും പെട്ടെന്ന് രാജിവെക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് സീതാറാം യെച്ചൂരിയോട് പിണറായി വിജയന്റെ രാജി അടിയന്തരമായി ആവശ്യപ്പെടണമെന്ന് BJP പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ബന്ധം. നേരത്തെ ശ്രീ വേലായുധൻ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു മന്ത്രിയാണ് KT ജലീൽ. ജലീലിനെതിരായിട്ടും കള്ളക്കടത്ത് ആരോപണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. KT ജലീലിനെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു. മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. എന്താ സംഭവം? ഏതാണ്ട് 210ഓളം പാർസലുകളാണ് ഈ ജലീലിന്റെ വകുപ്പിന്റെ കീഴിലുള്ള C-Act എന്ന സ്ഥാപനത്തിലേക്ക് വന്നത്. വിമാനത്താവളത്തിൽ നിന്നും C-Act എന്ന മന്ത്രി KT ജലീലിന്റെ സ്ഥാപനത്തിലേക്ക് വന്ന 210 പാഴ്സലുകൾ. ആ പാഴ്സലുകൾ പിറ്റേ ദിവസം മറ്റൊരു വാഹനത്തിൽ മൂവാറ്റുപുഴ വഴി മലപ്പുറം ജില്ലയിലേക്ക് പോയി എന്നാ പറയുന്നത്. ഈ പാഴ്സലുകൾ എന്തായിരുന്നു എന്നതിനെ കുറിച്ച് സംശയം. KT ജലീലിനെ സംബന്ധിച്ചു പാഴ്സൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പാഴ്സലില് വിശുദ്ധ ഖുർആനായിരുന്നു എന്നാ പറയുന്നത്.
പ്രിയമുള്ളവരെ, ഖുർആൻ, വിശുദ്ധ ഖുർആൻ എത്രയോ സംഘടനകൾ ഇവിടെ അച്ചടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. മുസ്ലിം മതഗ്രന്ഥങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന പ്രസാധകരും സംഘടനകളും ഈ കേരളത്തിൽ ധാരാളമുണ്ട്. എന്നിട്ടും വിശുദ്ധ ഖുർആൻ UAE നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. മാത്രമല്ല, UAE ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു വിശുദ്ധ ഖുർആൻ പോലും ഇന്ത്യയിലേക്കോ കേരളത്തിലേക്കോ അയച്ചിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ 210 പാഴ്സലുകൾ എന്താണ് വന്നത്? ജനങ്ങൾ സംശയിക്കുന്നു. നേരത്തെ സ്വപ്ന സുരേഷിന്റെ പേരിൽ സ്വപ്ന സുരേഷിന് വേണ്ടി കൊണ്ടുവന്നതുപോലെ ഇതും സ്വർണമാണോ? സംശയിക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ കണ്ടെത്തേണ്ടതാണ്. പക്ഷേ ഇതുവരെ തൃപ്തികരമായ ഉത്തരം KT ജലീലിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ജലീൽ ചെയ്യുന്നത്, ഇപ്പോൾ ഈ ഗുരുതരമായ ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഈ രാജ്യദ്രോഹ പ്രവർത്തനത്തെ, ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ, മതത്തെ, മതഗ്രന്ഥങ്ങളെ മറയാക്കി കവചമാക്കി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ മതത്തെയും മതഗ്രന്ഥത്തെയും കവചമാക്കി മറയാക്കി രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ നിന്നും KT ജലീൽ രക്ഷപ്പെടാൻ നോക്കേണ്ടതില്ല. ഞാൻ മത പുരോഹിതന്മാരോടും മതവിശ്വാസികളോടും പറയുന്നത്, അധാർമികമായ പ്രവർത്തനത്തിന് മതത്തെയും മതഗ്രന്ഥത്തെയും മറയാക്കി മാറ്റുന്നവരെ നിങ്ങൾ ബഹിഷ്കരിക്കണമെന്നാണ് പറയുന്നത്. ഇത് സത്യത്തിൽ മതനിന്ദയാണ്, ദൈവനിഷേധമാണ് KT ജലീൽ നടത്തുന്നത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ സ്വർണ്ണക്കള്ളക്കടത്തിലെ പ്രധാന ആസൂത്രകരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. പക്ഷെ വിളിച്ചത് അവിടെ UAE കോൺസുലേറ്റിൽ നിന്ന് പലവ്യഞ്ജനവും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയോടും മന്ത്രിയോടും ജലീലിനോടും ചോദിക്കുകയാണ്, ഇന്ത്യയിലെ ഏത് നിയമം അനുസരിച്ചാണ് ഒരു വിദേശ കോൺസുലേറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങാൻ, പലചരക്ക് വാങ്ങാൻ, പഴവർഗ്ഗം വാങ്ങാൻ നിങ്ങൾക്ക് അനുമതി നൽകുന്നത്? KT ജലീൽ എന്ന വെള്ളരിക്കപ്പെടണമാണോ കേരളം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നത്? അങ്ങനെ ഏതെങ്കിലും കേരളത്തിലെ സംസ്ഥാന മന്ത്രിക്ക് ഒരു വിദേശ കോൺസുലേറ്റിൽ നിന്ന് വിദേശകാര്യ വകുപ്പിന് അനുമതിയില്ലാതെ പച്ചക്കറിയും പഴവ്യഞ്ജനവും അതുപോലെ പലചരക്കും പഴവ്യഞ്ജനങ്ങളും വാങ്ങാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് ബന്ധം? ഇവിടെ നിയമവിരുദ്ധത ആണ് KT നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ പേരിൽ മാത്രമല്ല, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് രാജ്യദ്രോഹ പ്രവർത്തകരുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് ജലീലിനെതിരായിട്ടാണ്. പക്ഷെ ഇവരൊന്നും രാജിവെക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന EMS സർക്കാർ സംഭവിച്ചത് എന്താണോ അത് തന്നെ പിണറായി സർക്കാരിനെ കാത്തിരിക്കുന്നു എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായം. EMS സർക്കാരിന് കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിണറായി സർക്കാരിന് ഒരുപക്ഷെ കാലാവധി പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അടുത്ത 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു കാവൽ മന്ത്രിസഭയുടെ സാന്നിധ്യത്തിലായിരിക്കും കേരളത്തിൽ നടക്കുക. അതിനു മുമ്പ് തന്നെ പിണറായി വിജയൻ തലസ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ജലീലിനെതിരായിട്ടുള്ള കുരുക്കുകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അന്വേഷണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പ്രിയമുള്ളവരെ, ഈ LDF സർക്കാർ എന്നുള്ളത് അതിന്റെ മറ്റൊരു പേര് കുരുട്ട് ഗ്രാമം എന്നുള്ളതാണ്. നമ്മുടെ തമിഴ്നാട്ടില് ഒരു ഗ്രാമമുണ്ട്, അല്ലെ? കുരുട്ടല്ലേ? തിരുട്ട് ഗ്രാമം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ പത്രസമ്മേളനത്തിൽ വെച്ച് ഈ LDF സർക്കാർ തിരുട്ട് ഗ്രാമമാണ് എന്ന് പറഞ്ഞു. തിരുട്ട് ഗ്രാമമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം എനിക്കൊരു ഫോൺ വന്നു തമിഴ്നാട്ടിൽ നിന്ന്. തമിഴിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ചോദിച്ചാൽ പറഞ്ഞു തിരുട്ട് ഗ്രാമത്തിൽ നിന്നാണ്. എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. ഞങ്ങളെ അപമാനിച്ചു. കാരണം നിങ്ങൾ പറഞ്ഞിരിക്കുന്നു LDF സർക്കാർ തിരുട്ട് ഗ്രാമം പോലെയാണെന്ന്. സർ, ഞങ്ങളുടെ നാട് നിങ്ങൾ LDF സർക്കാരിനേക്കാളും എത്രയോ മെച്ചപ്പെട്ടതാണ്
നേരിട്ട് ഇതുപോലെ താരതമ്യം ചെയ്യാൻ പാടില്ല. ഞങ്ങള് തിരുവനന്തപുരം ഗ്രാമത്തിൽ ഞങ്ങള് കൊലപാതകം നടത്താറുണ്ട്, മോഷണം നടത്താറുണ്ട്, ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഗവൺമെന്റിൽ നിന്ന് ഒരു നയാ പൈസ, നികുതി പണത്തുന്ന ഒരു നയാ പൈസ കൈപ്പറ്റുന്നവരല്ല. പക്ഷേ നിങ്ങളെ മുഖ്യമന്ത്രിയും ജലീലും ഒക്കെ തന്നെ ഈ രാജ്യത്ത് പ്രവർത്തനം നടത്തുന്ന, ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, ക്രിമിനൽ കുറ്റം നടത്തുന്ന ഇവരൊക്കെ നികുതി പണത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ശമ്പളത്തിലും ഡിഎയിലും വാങ്ങുന്നവരാണ് ഇവർ. ഞങ്ങളെക്കാൾ എത്രയോ മോശക്കാരാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് തിരുവനന്തപുരം ഗ്രാമത്തെയും LDF സർക്കാരിനെയും ഒരുപോലെ താരതമ്യം ചെയ്യരുത്. അവരെക്കാൾ എത്രയോ ഭേദമാണ്, മാന്യന്മാരാണ് ഞങ്ങള് എന്നാണ് അവർ പറഞ്ഞത്. ശരിയാണ്. ഇപ്പൊ നോക്ക്, നിങ്ങള് 4.25 കൊല്ലത്തിനിടയിൽ ഇവിടെ തീവെട്ടിക്കൊള്ളയ, ഒരു ഭാഗത്ത് സ്വർണ്ണ കള്ളക്കടത്ത് വ്യാപകമായി നടക്കുന്നത്. ഈ സ്വർണ്ണ കള്ളക്കടത്ത് 30 കിലോ 40 കിലോ ഇപ്പൊ എത്ര കിലോഗ്രാമാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശതകോടികളുടെ സ്വർണ്ണമാണ് ഇങ്ങോട്ട് ഒഴുകിയെന്നാ പറയുന്നത്. ഈ പണം ആരിലേക്കാണ് പോകുന്നത്? രാജ്യദ്രോഹികളുടെ കൈകളിലേക്ക്. അവരാണ് നമ്മുടെ ആഭ്യന്തര സുരക്ഷിതത്വം അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നമ്മളിപ്പോ ഇത് സംസാരിക്കുമ്പോ ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭയെ പുറത്തിറക്കിയ ആഗോള ഭീകരതയെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകര പ്രവർത്തനത്തെ കുറിച്ചും ആഗോള ഭീകര സംഘടനകളെ കുറിച്ചും ഏറ്റവും ഒടുവിലിറക്കിയ സർക്കുലറിൽ പറയുന്നത് IS പോലുള്ള ആഗോള ഭീകര സംഘടനകൾക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള സംസ്ഥാനം കേരളമാണെന്നാണ്. അതെ, നമുക്ക് നേരത്തെ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ നിന്ന് ഏതാനും ചില ആളുകൾ ആടിനെ നേക്കാൻ അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ പോയത്. കാരണം രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ IS പോലുള്ള ആഗോള ഭീകര സംഘടനയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഈ കാസർഗോഡ് പടന്നയിൽ പോലും, തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ പടന്നയിൽ പോലും നടന്നു. കേരളത്തിൽ IS പോലുള്ള ആഗോള ഭീകര സംഘടനയുടെ വാസസ്ഥാനമായി, താവളമായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട്? ഇവിടെയാണ് ഭരണാധികാരികളുടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും ആഗോള ഭീകര സംഘടനകൾക്ക് ലഭിക്കുന്നത്. ഇവിടെ ഭരണകൂടവും ഭീകര സംഘടനകളും ഒരുമിച്ച് ചേർന്നാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഭീകര സംഘടനകൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായത്തിനായിട്ട് ഇവിടെ അന്താരാഷ്ട്ര കള്ളക്കടത്തിന് ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ അവസ്ഥ എത്ര ഭീഷണമാണ്, ഭീകരമാണെന്നുള്ളതാണ്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഒരു വലിയ കലാപമുണ്ടായി. കലാപം സംഘടിപ്പിച്ചതാണ് SDPI. അതായത് ആഗോള ഭീകര സംഘടനയായിട്ടുള്ള ISന്റെ കേരളത്തെ പതിപ്പാണ്, ഇന്ത്യൻ പതിപ്പാണ് ഈ SDPI എന്ന് പറയുന്നത്. ആ SDPI അവിടെ കലാപം ഉണ്ടാക്കിയത്. 100 കണക്കിന് വാഹനങ്ങൾ, 100 കണക്കിന് കെട്ടിടങ്ങൾ അവർ തീവച്ച് ചാമ്പലാക്കി. ഏതോ ആഴ്ചകൾക്ക് മുമ്പ് ഒരു കോൺഗ്രസ് MLAയുടെ മരുമകന്റെ മൊബൈലിൽ ഒരു ആരോ പോസ്റ്റ് ചെയ്ത് ഒരു പോസ്റ്റ് ഫോർവേഡ് ചെയ്തു. ഇതാണ് ആരോപണം. ഒരു ദിവസം ബാംഗ്ലൂർ നഗരമുള്ള കലാപമാണ്. എന്നാൽ നാളെ ഇത് തന്നെയായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ കാരണക്കാർ ഈ കേരളത്തിലെ LDF സർക്കാരാണ്, പിണറായി സർക്കാരാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു ഭാഗത്ത് ഈ കള്ളക്കടത്ത്, രാജ്യദ്രോഹ പ്രവർത്തനം ഇതൊക്കെ നിർബാധം നടക്കുന്നു. മറുഭാഗത്ത് ഈ കേരളം കണ്ട ഏറ്റവും കൊടിയ അഴിമതിയാണ് തീവെട്ടിക്കൊള്ള എന്ന് പറയുന്നത്. തീവെട്ടിക്കൊള്ള നിങ്ങൾ നോക്കി, ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പ്രസംഗിക്കുമ്പോൾ സാമ്രാജ്യത്വ വിരോധങ്ങൾ അവരുടെ പ്രസംഗങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാ സാമ്രാജ്യത്വ ശക്തികളുടെയും കിങ്കരന്മാരായിട്ടുള്ള കൺസൾട്ടൻസി കമ്പനികളുടെ മാച്ചിങ് സ്ഥലമാണ് ഈ കേരളം. ഇപ്പൊ കൺസൾട്ടൻസി കമ്പനികളെ കൊണ്ട് നടക്കാൻ പോലും വയ്യ. ഈ കൺസൾട്ടൻസി കമ്പനികളുടെ മറവില് കോടികളുടെ കരാറുകളാണ് ഉണ്ടായിട്ടുള്ളത്.
എന്താ? അടിസ്ഥാനം, കമ്മീഷൻ, കൈക്കൂലി, കോഴ. കമ്മീഷനിലും കൈക്കൂലിയിലും കോഴയിലും അധിഷ്ഠിതമാണ് ഈ പിണറായി സർക്കാർ ഉണ്ടാക്കിയ എല്ലാ കരാറുകളും. ഈ കരാറുകളുടെ ഒന്നാം ഇടനിലക്കാരനായാണ് ശിവശങ്കരൻ, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി. രണ്ടാം ഇടനിലക്കാരിയായ സ്വപ്ന സുരേഷ്. അപ്പൊ രണ്ട് ഇടനിലക്കാരുണ്ട്. മൂന്നാമതൊരാളുണ്ട്. അത് ഇടനിലക്കാരനല്ല, മറിച്ച് ഗുണഭോക്താവ്. ആ ഗുണഭോക്താവ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അപ്പൊ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ ശിവശങ്കരൻ എന്ന ഒന്നാം ഇടനിലക്കാരനും സ്വപ്ന സുരേഷ് എന്ന രണ്ടാം ഇടനിലക്കാരിയും പ്രവർത്തിക്കുന്നത്. ഇവർ മൂന്നുപേരും കൂടി ചേർന്ന തീവറ്റിക്കൊള്ള ഇവിടെ നടക്കുന്നു. അതിലെല്ലാ അനുഗ്രഹങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി നിലപാട് വ്യക്തമാക്കണം. മാർക്സിസ്റ്റ് പാർട്ടി തീവറ്റിക്കൊള്ള അംഗീകരിക്കുന്നുണ്ടോ, അനുകൂലിക്കുന്നുണ്ടോ, അനുഗ്രഹിക്കുന്നുണ്ടോ അവർ വ്യക്തമാക്കേണ്ടതാണ്. ആദ്യം എല്ലാവരും പറഞ്ഞത് ഈ ഇരട്ടച്ചങ്ക്, മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കരെന്നൊക്കെ ആദ്യം മാർക്സിസ്റ്റ് പാർട്ടി വിശേഷിപ്പിച്ചെങ്കിലും ഇപ്പൊ അതൊന്നും വിശേഷിപ്പിക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഈ വേഷക്കാർക്ക് ഒരു അഭിപ്രായമില്ല. എല്ലാവരും പറയുന്നത് മുഖ്യമന്ത്രിയേക്കാൾ ശക്തനാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ. ശരിയാണ്. കാരണം ഈ പാർട്ടി ചർച്ച ചെയ്യാത്ത, മുന്നണിയിൽ ചർച്ച ചെയ്യാത്ത, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാത്ത, വകുപ്പുകളിൽ ചർച്ച ചെയ്യാത്ത വിഷയങ്ങളിലാണ് ശിവശങ്കരൻ തീരുമാനമെടുക്കുന്നത്. സ്പ്രിംഗ്ലർ അദ്ദേഹം പറഞ്ഞല്ലോ, പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല, മുന്നണിയും ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭയും ചർച്ച ചെയ്തിട്ടില്ല. എനിക്ക് തോന്നി ഇത് ശരിയാണെന്ന് ഞാൻ ഒപ്പുവെച്ചു. ഇവിടെ സംസ്ഥാനത്തിൽ ചരിത്രത്തിലില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് അസാധാരണ സമയത്തെടുത്ത് അസാധാരണമായ തീരുമാനം അത് ന്യായീകരിച്ചു. അപ്പൊ മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു അവകാശമുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞു, ഇയാളാണ് യഥാർത്ഥ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി കസേരയിരിക്കുന്ന പിണറായിയേക്കാൾ ശക്തനാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ. അപ്പൊ ശിവശങ്കരനാണ് ഭരണം മുഴുവൻ നിയന്ത്രിച്ചത് എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലായത്. ഇപ്പൊ അതല്ല. പ്രിൻസിപ്പൽ സെക്രട്ടറിയേക്കാൾ ശക്തയാണ് നമ്മുടെ മറ്റൊരു ഇടനിലക്കാരിയായ സ്വപ്ന സുരേഷ്. ശിവശങ്കരൻ IAS ഉണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അയാൾ ഈ കരാറിന്റെ പിന്നാലെ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും അത്ഭുതപ്പെടാനില്ല. അദ്ദേഹം പല കാര്യങ്ങൾ തീരുമാനിച്ചെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. പക്ഷെ 10ാം ക്ലാസും ഗുസ്തിയും മാത്രം യോഗ്യതയുള്ള ഈ സ്വപ്ന സുരേഷ് ഗവൺമെന്റിന്റെ എല്ലാ താക്കോൽ സ്ഥാനങ്ങളിലും എത്തുകയും എല്ലാ കരാറിലും ഇടനിലക്കാരിയെ മാറിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയേക്കാൾ സൂപ്പർ മുഖ്യമന്ത്രി ശിവശങ്കരനേക്കാൾ ശക്തയാണ് സ്വപ്ന സുരേഷ് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് ഇത് LDF സർക്കാരല്ല, പിണറായി സർക്കാരല്ല, ഇതൊരു സ്വപ്ന സർക്കാരാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി അടിവരയിട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചോദിക്കേണ്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ചോദിക്കുന്നു, നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കോ ഇത് ഞങ്ങളുടെ ഗവൺമെന്റാണെന്ന് പറയാൻ സാധിക്കോ? CPI ഉൾപ്പെടെയുള്ള ജനാധിപത്യമായ ഘടകകക്ഷികളോട് BJP ചോദിക്കുന്നു, നിങ്ങൾക്ക് പറയാൻ സാധിക്കോ ഇതാ ഞങ്ങൾ ഈ ഗവൺമെന്റ് ഞങ്ങളുടെ ഗവൺമെന്റാണെന്ന് പറയാൻ സാധിക്കോ? ഇതുപോലൊരു ഗവൺമെന്റിനെ കേരളം കണ്ടിട്ടുണ്ടോ, രാജ്യം കണ്ടിട്ടുണ്ടോ? നോക്കൂ, നിങ്ങൾ ഏറ്റവും ഒടുവിൽ വലിയ അഴിമതി പുറത്തു വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ പാവപ്പെട്ടവർക്കുള്ള പാർപ്പിട പദ്ധതി ലൈഫ് മിഷൻ, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഒരു പാവപ്പെട്ടവർക്ക് പാർപ്പിട സമുച്ചയം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഹാബിറ്റായിരുന്നു കോൺട്രാക്ട്. അവർ 13 കോടിക്ക് കോൺട്രാക്ട് എടുത്തു. അപ്പോഴാണ് പറയുന്നത് റെഡ് ക്രസന്റ് എന്ന് പറയുന്ന UAE ഒരു സന്നദ്ധ സംഘടന കേരളത്തിൽ പാവപ്പെട്ടവർക്ക് പാർപ്പിടം നിർമ്മിക്കാൻ സഹായം നൽകാൻ തയ്യാറാണ്, 20 കോടി നൽകാൻ തയ്യാറാണ്. ഈ കരാറ് ഒറ്റ ദിവസം കൊണ്ട് കരാറുണ്ടാക്കുന്ന പറഞ്ഞാൽ ഗവൺമെന്റ് നയപരമായ തീരുമാനമെടുത്തു, ബന്ധപ്പെട്ട വകുപ്പിന്റെ അനുമതി വാങ്ങിച്ചു. അതുപോലെ തന്നെ എല്ലാ പണിയും ഒരു 3-4 മണിക്കൂർ കൊണ്ടാണ് നടത്തിയത്. ഇവിടെ സാധാരണക്കാരൻ പെൻഷൻ കിട്ടണമെങ്കിൽ ഒരു കൊല്ലം കാത്തിരിക്കണം. ആ സമയത്താണ് 3 മണിക്കൂർ കൊണ്ട് ഒരു വിദേശ രാജ്യത്തെ സന്നദ്ധ സംഘടനയുമായി ഒപ്പുവെക്കുന്ന കരാറിന് രൂപം നൽകിയത് ശിവശങ്കരനാണ്. എന്നിട്ടോ ഈ കരാറിന്റെ കോപ്പിയുമായിട്ട് ശിവശങ്കരനും സ്വപ്ന സുരേഷും 2 ഇടനിലക്കാരും ആദ്യം പോയി, പിണറായിയും പിന്നീട് പോയി. എന്നിട്ടാണ് റെഡ് ക്രസന്റുമായിട്ട് നമ്മുടെ ലൈഫ് മിഷൻ
ആളുകളും തമ്മിൽ കരാറുണ്ട്. 20 കോടിയുടെ കരാർ. എത്രയാ ഹാബിറ്റാറ്റ് നിർമ്മിക്കാമെന്ന് പറഞ്ഞത് 13 കോടിക്ക്. ഇവരെത്രയാ കരാറുണ്ടാക്കുന്നത്? 20 കോടിക്ക്. ഒരു 10 ചതുരശ്ര സ്ക്വയർ ഫീറ്റിന് വ്യത്യാസമുണ്ട്. ലൈഫ് മിഷന്റെ നിയമപ്രകാരം 400 സ്ക്വയർ ഫീറ്റ് അല്ലേ? 400 സ്ക്വയർ ഫീറ്റ്. ഇവര് റെഡ് ക്രസന്റ് ഉണ്ടാക്കിയ വീട് 500 സ്ക്വയർ ഫീറ്റ്. പക്ഷെ 199 വീടാണ് ഹാബിറ്റാറ്റ് നിർമ്മിക്കാന്ന് പറഞ്ഞത്. അത് 140 വീടായിട്ട് റെഡ് ക്രസന്റ് കുറച്ചു കൊടുക്കും. പൈസ 20 കോടി എന്നാണ് പറയുന്നത്. ആ 20 കോടിയുടെ 20% കമ്മീഷനാണ്. ആദ്യം പറഞ്ഞ 5% കമ്മീഷൻ. 1 കോടി. ആ 1 കോടിയാണ് സ്വപ്ന സുരേഷിന്റെയും അതേപോലെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ പേരിൽ ബാങ്ക് ലോക്കർ എന്ന് കണ്ടെടുത്തത്. സ്വപ്ന സുരേഷ് പറഞ്ഞു എനിക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്, അതാണ് ആ 1 കോടി. പക്ഷേ അത് 5% വരൂ. 20% കമ്മീഷൻ. കാരണം ഒരു ഉഡായിപ്പ് കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് ഇതിന്റെ കരാർ കൊടുത്തത്. ആ കരാറിന്റെ പിന്നിൽ ശിവശങ്കറും സ്വപ്ന സുരേഷുമാണ്. 20% 4 കോടിയാണ്. എവിടെ 3 കോടി? എവിടെ? ആ 3 കോടി എവിടെ പോയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഇത് ചോദിക്കുന്ന മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ഗവൺമെന്റുമായിട്ടൊന്നും ബന്ധമില്ല. ഗവൺമെന്റ് ബന്ധമില്ലാത്തത് ഗവൺമെന്റുമായി ബന്ധമില്ലെങ്കിൽ എങ്ങനെയാണ് കരാറിലേക്ക് വെച്ചത്? മാത്രമല്ല ഇതിന്റെ ഈ വീട് പണിയുന്ന സ്ഥലം നമ്മുടേതാണ്. അവർക്ക് പ്രാദേശിക ഭരണകൂടത്തിൻ്റെതാണ്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെതാണ്. നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ട ഒരു സ്ഥലത്ത് വിദേശത്തുള്ള ഒരു കമ്പനി എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ വീട് നിർമ്മിക്കുക? സാധിക്കുമോ? ഇപ്പൊ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടല്ലേ, ഗവൺമെന്റ് കരാറിന്റെ അടിസ്ഥാനത്തിലല്ലേ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കരാർ കൊടുക്കുന്നതിന് വൻ വെട്ടിപ്പ് നടന്നിട്ടില്ലേ? 4 കോടി. പ്രിയമുള്ളവരെ, നമുക്കറിയാം ലൈഫ് മിഷന്റെ ഒരു വീട് നിർമ്മിക്കാൻ പാവപ്പെട്ടവർക്ക് നൽകുന്ന 1.5 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ. ബാക്കിയൊക്കെ പഞ്ചായത്തിന് അല്ലേ? ശ്രീകാന്ത് പഞ്ചായത്തിന് ബാക്കി കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന 1.5 ലക്ഷം പാവപ്പെട്ടവർക്ക് പാർപ്പിടം നിർമ്മിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ സ്വപ്ന സുരേഷും ശിവശങ്കരനും അതുപോലെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും അടിച്ചെടുത്ത 4 കോടി ഉപയോഗിച്ച് 300 പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാമായിരുന്നു. അതെല്ലാം നിങ്ങൾ വെട്ടിയെടുത്തത് എന്ന് പറഞ്ഞ് ഞങ്ങൾ അറിയില്ല എന്ന് പറയുന്നു. പിന്നെ ആരാണ് അറിയുക? കേരളത്തിന് വിദേശത്ത് ആർക്കെങ്കിലും വന്ന് പാർപ്പിടങ്ങൾ നിർമ്മിക്കാൻ പറ്റുമോ? കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പറ്റുമോ? നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ അതാ പറയുന്നത്. എന്താ? ഞാനൊന്നും അറിയില്ല. സ്വപ്ന സുരേഷ് പത്രസമ്മേളനത്തിൽ എന്റെ ഇടത്ത് വാർത്തത് ഞാൻ അറിയില്ല. സ്വപ്ന സുരേഷ് സ്പേസ് പാർക്കിന്റെ ഓപ്പറേറ്റിംഗ് മാനേജറായിരുന്നു. അതുപോലെ കെ ഫോണിന്റെ ചുമതലക്കാരിയായിരുന്നു. അതൊന്നും ഞാനറിയില്ല. ഈ സംസ്ഥാനത്ത് നടക്കുന്നതൊന്നും ഞാനറിയില്ല. ഈ തന്റെ ഓഫീസിൽ നടക്കുന്നതൊന്നും താനറിയില്ല. അങ്ങനെയാണെങ്കിൽ തന്റെ ഓഫീസിൽ നടക്കുന്നതൊന്നും ഈ മുഖ്യമന്ത്രി അറിയില്ലെങ്കിൽ, ഈ സംസ്ഥാനത്ത് നടക്കുന്നതൊന്നും മുഖ്യമന്ത്രി അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർഗം രാജിക്കത്ത് ഗവർണർക്ക് അയച്ചു കൊടുക്കുക എന്നത് മാത്രമാണ്. സ്വന്തം ഓഫീസ് നോക്കി നടക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രി രാജ്യത്തെ ഈ സംസ്ഥാനത്തെ എങ്ങനെയാണ് സംരക്ഷിക്കാൻ പോകുന്നത്? സ്വന്തം ഓഫീസ് സംരക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയാത്ത ഒരാളെങ്ങനെ സംസ്ഥാനം സംരക്ഷിക്കാൻ സാധിക്കുക? ഇതൊന്നല്ല, ഒരു കരാറല്ല, കരാർ ഒരുപാടുണ്ട്. ഒരുപാട് കരാർ. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം അറിയോ? ഈ കരാറിന്റെ ഒക്കെ പിന്നിൽ ആരാ? ശിവശങ്കരൻ. കെ ഫോൺ കരാർ ശിവശങ്കരൻ. മൊബിലിറ്റി കരാർ, അതായത് 4500 കോടിക്ക് 3000 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്ന കരാർ, അതും ശിവശങ്കരൻ. അതുപോലെ തന്നെ 1.5 ലക്ഷം കമ്പ്യൂട്ടറുകൾ സർക്കാർ ജീവനക്കാർക്കും പാവപ്പെട്ടവർക്കും നൽകാൻ വേണ്ടിയിട്ട് ഒരു പുതിയ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്പനി അമേരിക്കൻ കമ്പനിയുമായി കരാറുണ്ടാക്കി. ആരാ? ശിവശങ്കരൻ. കൊച്ചിയിലെ ടെക്നോ പാർക്കിൽ 246 ഏക്കർ ഭൂമിയിൽ നിന്ന് 30 ഏക്കറുകൾ നിൽക്കാൻ തീരുമാനിച്ചു. ആര്? ശിവശങ്കരൻ. ഇതിനൊക്കെ കരാറുകളാണ്. അതിനൊക്കെ കൺസൾട്ടൻസി ഏജൻസികളുണ്ട്. അതുകൊണ്ട് കരാറിന്റെ ഉപജ്ഞാതാവായ എല്ലാ ഉഡായിപ്പ് കരാറുകളുടെയും പിന്നിൽ മസ്തിഷ്കം ശിവശങ്കരന്റേതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. പണ്ട് ഇടുക്കിയിൽ ശ്രീകാന്ത് ഒരു പട്ടയമുണ്ട്, രവീന്ദ്ര പട്ടയം. അന്നൊക്കെ ആ ഏത് ഗവൺമെന്റ് ഭൂമിയിൽ പട്ടയം കിട്ടും? രവീന്ദ്രൻ അടുത്ത് പോയാൽ മതി.
അതാ രവീന്ദ്രൻ പട്ടേൽ, ഉടായി പട്ടേൽ. അതുപോലെ ഇപ്പൊ ഇനി അറിയപ്പെടാൻ പോകുന്നത് രവീന്ദ്രൻ പട്ടേൽ പോലെ ശിവശങ്കരൻ വരാറുള്ളത് കേരളത്തിൽ. ശിവശങ്കരൻ എത്ര കരാറുകളാണ്, ഇതൊക്കെ കമ്മീഷനാണ്, ഇതൊക്കെ കൈക്കൂലിയാണ്, ഇതൊക്കെ കോഴയാണ്. ഞാൻ ചോദിക്കണം, ഇതൊരു ഇടതുപക്ഷ സർക്കാരാണോ? ഇതൊരു CPM സർക്കാരാണോ? ഇതുപോലെ സർക്കാർ കേരള ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഇപ്പൊ ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ NIA വന്നത് ഞാനൊരു കത്ത് പ്രധാനമന്ത്രി കൊടുത്തുകൊണ്ടാണ്. ആയിക്കോട്ടെ, ഞങ്ങൾ കത്ത് കൊടുത്തുകൊണ്ട് ഞാൻ ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് NIA ആണ് ഈ മുഖ്യമന്ത്രിയുമായിട്ടും മുഖ്യമന്ത്രി ഓഫീസുമായിട്ടും കള്ളക്കടത്തുകാർക്ക് രാജ്യദ്രോഹികൾക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി NIA-യുടെ ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് അംഗീകരിക്കേണ്ടതാണ്, അനുസരിക്കേണ്ടതാണ്, അങ്ങ് രാജിവെക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഒരു കാര്യം മുഖ്യമന്ത്രി ചോദിക്കുക, നിങ്ങളത് എഴുതി കൊടുത്താലും ഇല്ലെങ്കിലും രാജ്യദ്രോഹവുമായിട്ട് ബന്ധപ്പെട്ട കുറ്റമായതുകൊണ്ട് NIA സ്വാഭാവികമായും അന്വേഷിക്കും. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്റെ ഓഫീസിലായാലും കയറിക്കോട്ടെ എന്നാണ്. ഏതായാലും മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ ഇയാൾ അനുഭവം ഇല്ലെങ്കിലും NIA മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അയാൾ പറയുന്നത് എനിക്കൊന്നും ഭയമില്ല. പിന്നെ എപ്പോഴും പറഞ്ഞാൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, പിന്നെ മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ. ഞാൻ നിങ്ങളൊക്കെ കുട്ടിക്കാലത്ത് സ്കൂൾ പഠിക്കുമ്പോൾ കയ്യക്ഷരം നന്നാക്കാൻ വേണ്ടി അധ്യാപകന്മാര് ചില ആപ്തവാക്യങ്ങൾ പറഞ്ഞു തരും. അത്തപത്തോണം, ഒത്തുപിടിച്ച മലയും പോലും, അല്ലേ? അതുപോലെ ഇപ്പോഴത്തെ കുറെ ആപ്തവാക്യങ്ങൾ ഓരോ ദിവസം വിടുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ശരിയാ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് അന്ന് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി. ഒരു കാര്യം മനസ്സിലാക്കണം, മുഖ്യമന്ത്രി ഇപ്പം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രി തിന്ന ഉപ്പിന്റെ ഫലമായിട്ടാണ് എരിയും വെള്ളം കുടിക്കാൻ മുഖ്യമന്ത്രി പോവുകയാണ്. മുഖ്യമന്ത്രി വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഞാൻ ചോദിക്കുന്നത്, അന്ന് പ്രധാനമന്ത്രിക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് കത്തെഴുതിയ മുഖ്യമന്ത്രി പറയുന്നു, നിങ്ങൾ 4 വർഷക്കാലം തീവെട്ടിക്കൊള്ള നടത്തിയിരിക്കുകയാണ്. നിങ്ങൾ കരാറുണ്ടാക്കുന്ന പിന്നിലൊക്കെ കമ്മീഷനാണ്, കൈക്കൂലിയാണ്, കോഴയാണ്. ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ മന്ത്രിസഭാ യോഗം ചേർന്ന് ഈ അഴിമതിയെ കുറിച്ച് അന്വേഷണം നടത്താൻ CBI അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ കത്തെഴുതാൻ തയ്യാറുണ്ടോ? മന്ത്രിസഭാ യോഗം ചേർന്നോ? ഈ പ്രസ് റിലീസ് നടക്കുന്ന പോലെ കത്തയച്ച പോരാ. മന്ത്രിസഭാ യോഗം ചേർന്ന് കഴിഞ്ഞ 4 വർഷക്കാലത്തിനുള്ളിൽ നടന്ന എല്ലാ കരാറുകളെ കുറിച്ചും CBI അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിസഭാ യോഗം ചേർന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? മടിയിൽ കനമില്ലെങ്കിൽ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. അതെ, ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു ഭാഗത്ത് സ്വർണ്ണക്കള്ളക്കടത്ത്, രാജ്യദ്രോഹം, ഭീകരവാദ പ്രവർത്തനം, അതിനോടനുബന്ധിച്ച് ഈ തീവെട്ടിക്കൊള്ള കരാറിന്റെ പേരിൽ കൺസൾട്ടൻസികളുടെ വിളയാട്ടമാണ് കേരളത്തിൽ. ഇത് പറയുക, കൺസൾട്ടൻസികളെ കൊണ്ടുവന്നത് ഇവിടുത്തെ ആളുകൾക്കൊന്നും കഴിവില്ലാത്തതുണ്ട്. സെക്രട്ടറിയേറ്റിലും സർക്കാർ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് യാതൊരു കഴിവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കൺസൾട്ടൻസികളെ PWC പത്രത്തിൽ കണ്ടിരിക്കും, മാധ്യമങ്ങളിൽ കണ്ട് ഒരുപാട് കൺസൾട്ടൻസികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിവില്ലാത്തത് കൊണ്ടാണ് കൺസൾട്ടൻസിയെ കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. ഒരു കാര്യം ഉറപ്പായി, ഇപ്പോഴറിയോ നിങ്ങൾ, മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു ചെറിയ വിഭാഗം നേതാക്കന്മാരും വലിയ വിഭാഗം അണികളും അനുയായികളും ഈ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് ശക്തമായ അമർഷമുള്ളവരാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയുന്നു, ഇവിടെ വിവരമില്ലാത്തത് കൊണ്ടാണ്, ജനങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കഴിവില്ലാത്തത് കൊണ്ടാണ് കൺസൾട്ടൻസി ഏൽപ്പിച്ചത് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾ പറയുന്നു, ഇനി നിങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന് ആളെ കിട്ടാൻ പോകുന്നില്ല. കൺസൾട്ടൻസിയെ CPM-ന്റെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ചുമതലയേൽപ്പിക്കേണ്ടി വരുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. CPM-ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊന്നെന്താ അറിയോ, നിങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്. മാധ്യമങ്ങളോട് ചോദ്യം ചോദിക്കാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി മാധ്യമ ഉപദേഷ്ടാവ് ആദ്യം പറഞ്ഞത്. ഇതേ ചോദിക്കാൻ പാടില്ല. എന്താണ്, എത്രമാത്രം
ശകാരത്തോടു കൂടിയാണ് മാധ്യമപ്രവർത്തകരെ നേരിടുന്നത്. മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുക, അത് വായടപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ധരിച്ചിട്ടുണ്ടാകാം, എന്താ മുഖ്യമന്ത്രിയുടെ മാധ്യമ സങ്കല്പം ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ മാധ്യമ സങ്കല്പത്തിന് വിരുദ്ധമാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ മാധ്യമങ്ങളെ പോലെയാണ് ജനാധിപത്യ രാജ്യത്തിലെ മാധ്യമങ്ങൾ എന്നാണ് മുഖ്യമന്ത്രി കരുതിയിരിക്കുന്നത്. ജനാധിപത്യ രാജ്യങ്ങളിലെ മാധ്യമങ്ങൾക്ക് ഭരണകൂടങ്ങളെയും ഭരണകർത്താക്കളെയും ആലവട്ടം പഞ്ചാബൻ അന്വേഷണ ജോലിയല്ല. ജനാധിപത്യ രാജ്യങ്ങളിൽ മാധ്യമങ്ങളുടെ കടമ ഭരണകൂടങ്ങളെയും ഭരണകർത്താക്കളെയും ആലവട്ടം പഞ്ചാബൻ അന്വേഷണ ജോലിയല്ല. മറിച്ച് അവരെ തിരുത്തിക്കൊണ്ട് നേരായ വഴിക്ക് ഭരണകൂടത്തെയും ഭരണാധിപന്മാരെയും നേരായ വഴിക്ക് നയിക്കുക എന്ന കർത്തവ്യമാണ് 4ാം എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമങ്ങൾക്കുള്ളത്. ഇവിടെ ഫാസിസ്റ്റ് ഭരണമാണ്. തനിക്കെതിരെ ഉയർന്നു വരുന്ന അഴിമതി ആരോപണങ്ങൾ അത് ഉന്നയിക്കുന്നവരെ അടിച്ചമർത്താനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നു. അതാണ് മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്ത് ശ്രമിച്ചാലും കേരളത്തിലാകമാനം ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള അമർഷവും പ്രതിഷേധവും അലയടിച്ചു വരികയാണ്. കൊറോണ ഞാൻ നേരെ സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും ദുഃഖവും ദുരിതവും വിതച്ചിട്ടുണ്ട്. ആകെ ഈ കൊറോണ ഒരാൾക്ക് മാത്രം രക്ഷകരായി മാറിയത് അത് പിണറായി വിജയനാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഇന്നലെ നാളെ ഈ കൊറോണയുടെ മഹാമാരി മാറിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഭരണകൂടം ഈ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് നിങ്ങൾ വലിച്ചു വെക്കാൻ കേരളത്തിൽ ജനങ്ങൾ തയ്യാറാകും. BJP നടത്തുന്ന പ്രക്ഷോഭത്തിൽ കേരളത്തിൽ മുഴുവൻ ജനങ്ങളും പങ്കുചേരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPയെ ജനങ്ങള് വിശ്വസിക്കും. അതുകൊണ്ട് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി പോലും തൃപ്തികരമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം ചില ആളുകൾ പറയുന്നത് ശിവശങ്കരനെ എന്താ എല്ലാ ദിവസവും ഞാൻ ചോദ്യത്തിലേക്ക് വിട്ടയക്കുന്നതാണ്. ഓരോ ദിവസം വിളിക്കുക, ചോദ്യം ചോദിക്കുക, പിന്നെ വിട്ടയക്കുക. ഇതെന്താ ഇങ്ങനെയുള്ള പണി? ഒരു കാര്യം ഉറപ്പ, ശരിയായ ഉത്തരം കിട്ടുന്നത് വരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുറ്റവാളികൾ ആരും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പിണറായി സർക്കാരിനെതിരെ പോരാട്ടവും പ്രക്ഷോഭവും സംഘടിപ്പിക്കുന്നത്. ഇതിൽ BJP ഒരു ഭാഗത്ത് പോരാട്ടം സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും അതുപോലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ചില സമര കോലാഹലങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ ഈ സമരങ്ങൾ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? എനിക്ക് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിനോട് പ്രതിപക്ഷ നേതാവിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ അഖിലേന്ത്യാ നേതാവാണല്ലോ ശ്രീമാൻ രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് മാത്രമല്ല, കേരളത്തിലെ ജനപ്രതിനിധിയാണ്. ഈ കേരളത്തിൽ രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ മുഖ്യമന്ത്രിക്ക് ആഗോള ഭീകരതയുമായിട്ടുള്ള ബന്ധവും അതുപോലെ രാജ്യദ്രോഹികളുമായിട്ടുള്ള ബന്ധവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവും കേരളത്തിലെ ജനപ്രതിനിധിയുമായ രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നത്? ഇതുവരെ രാഹുൽ ഗാന്ധി ഇതിനെതിരായിട്ട് അക്ഷരം വഴിയാടിയിട്ടില്ല. എന്തുകൊണ്ടാണ് രാജ്യാക്രമണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ട്വിറ്ററിലൂടെ, പ്രസ്താവനയിലൂടെ, പോസ്റ്റിലൂടെ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് ഒരു അക്ഷരം വഴിയാടാൻ തയ്യാറാകാത്തത്? ഇക്കാര്യത്തിൽ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നിലപാട് വ്യക്തമാക്കണം. രാഹുൽ ഗാന്ധിയുടെ മൗനം ദുരൂഹമാണ്. ദേശീയ തലത്തിൽ സീതാറാം യെച്ചൂരിയും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഉണ്ടാക്കിയ രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്, പ്രതികരിക്കാത്തത്. നിങ്ങൾക്കറിയാലോ, BJPയുടെ കാസർഗോഡ് ജില്ലാ ഓഫീസ് ഉദ്ഘാടന ദിവസം BJP അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ ജഗത്പ്രകാശ് നഡ്ഡ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ പറഞ്ഞു, എന്താ കേരളത്തിലെ സ്വർണ്ണത്തിന് നിറച്ചോട്ട. അദ്ദേഹം നിശ്ചിതമായിട്ട് കേരളത്തിലെ ഗവൺമെന്റിനെ നിശ്ചിതമായിട്ട് വിമർശിച്ചു, മുഖ്യമന്ത്രിയെ വിമർശിച്ചു, CPM-നെ വിമർശിച്ചു. BJP അഖിലേന്ത്യാ നേതാക്കന്മാരെല്ലാം തന്നെ ഈ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിക്കെതിരെ
അതിരൂക്ഷമായ വിമർശനം നടത്തി. ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല, നിങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കന്മാര്, പ്രധാനമായും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഈ പ്രശ്നത്തെക്കുറിച്ച് പ്രതികരിച്ചോ? ഇനി സോണിയാഗാന്ധിയോട്, പ്രിയങ്കാഗാന്ധിയോട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രതിനിധി രാഹുൽ ഗാന്ധിയോട് പ്രതികരിച്ചില്ല. അത് ഡൽഹിയിൽ ഉണ്ടാക്കിയ രഹസ്യ കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ദേശീയ തലത്തിൽ ബംഗാളിൽ, രാജസ്ഥാനിൽ കോൺഗ്രസും CPM തമ്മിൽ പരസ്യമായ രാഷ്ട്രീയ സഖ്യം നിലനിൽക്കുകയാണ്. ഈ 15-ാം തീയതി മുതൽ, ഇന്നലെ മുതൽ 30-ാം തീയതി വരെ ബംഗാളിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും സംയുക്തമായി വാർഡ് തലം മുതൽ സംസ്ഥാന തലം വരെ പ്രചരണ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനെക്കുറിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എന്താണ് പറയാനുള്ളത്? ബംഗാളിലെ CPM കേരളത്തിലെ CPM തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾ യോജിക്കുന്നു. ബംഗാളിലെ കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസും തമ്മിൽ എന്താണ് മൗലികമായ വ്യത്യാസം? അത് ഇവർ തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കോൺഗ്രസിന്റെ UDF-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം തട്ടിപ്പും ജനവഞ്ചനയുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവിടെ കേരളത്തിന്റെ ആവശ്യം ഈ രണ്ടിനെയും എതിർക്കുന്ന ഒരു പുതിയ ജനാധിപത്യ ചേരി, ഒരു ജനകീയ ശക്തി കേരളത്തിൽ ഉടലെടുക്കണം. നമ്മുടെ കേരളത്തിൽ ഇത്രമാത്രം പ്രതിഫലിപ്പിച്ചത് രാജ്യദ്രോഹികളുടെ, ഭീകരന്മാരുടെ, അഴിമതിക്കാരുടെ കേദാരമായി, താവളമായിട്ട് ഈ കേരളം മാറിയത് ഈ UDF-ന്റെയും LDF-ന്റെയും ദുർഭരണം കൊണ്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയമാണ് ഉയർന്നു വരേണ്ടത്. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 6 വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന വികസനത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിന് ഒരു പുതിയ വ്യാഖ്യാനവും കൊടുക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായി. അത് വികസനത്തിന്റെ വ്യാഖ്യാനമാണ്, വികസനത്തിന്റെ വ്യാകരണമാണ്. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ തട്ടിപ്പും തട്ടിപ്പും രാജ്യദ്രോഹ പ്രവർത്തനവും സ്വർണ്ണക്കടക്കടത്തുമല്ലാതെ ബാക്കി എന്താ ഇവിടെ നടക്കുന്നത്? ഇതാണ് പിണറായി സർക്കാർ. ഇത് തന്നെയായിരുന്നു UDF സർക്കാർ. ഇവിടെ സ്വപ്നയും ഇന്നലെ നമ്മൾ കണ്ടിരുന്ന സരിതയും ജീർണിച്ച, അപജയം ബാധിച്ച രാഷ്ട്രീയത്തിന്റെ പ്രതീകാത്മകങ്ങളാണ് ഈ സ്വപ്നയും സരിതയും. LDF-നെയും UDF-നെയും പ്രതിനിധീകരിക്കുന്നു. ഇവർ ജീർണിച്ച, അപജയം ബാധിച്ച, അപകടകരമായ രാഷ്ട്രീയത്തിന്റെ പ്രതീകങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇവരിൽ നിന്നുള്ള മോചനമാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു നവകേരളം കൊടുത്തിയേർക്കാൻ, ഒരു സ്വാശ്രയകേരളം കൊടുത്തിയേർക്കാൻ ഒരു പുതിയ രാഷ്ട്രീയം കേരളത്തിന് ആവശ്യമാണ്. ഒരു പുതിയ നേതൃത്വം ആവശ്യമാണ്. അതുകൊണ്ട് ആ ഒരു പുതിയ രാഷ്ട്രീയത്തിന് വേണ്ടി, ഒരു പുതിയ നേതൃത്വത്തിന് വേണ്ടി 3,000,000-ലധികം വരുന്ന മലയാളികൾ, കേരളീയർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതാണ് ഭാരതീയ ജനതാ പാർട്ടി. നമ്മുടെ ഇപ്പൊ കൊറോണ കാലഘട്ടത്തിൽ ഒരു പുതിയ മുദ്രാവാക്യമുണ്ട്. അതാ ബ്രേക്ക് ചെയ്യും. അത് ബ്രേക്ക് ചെയ്യും. ശരിക്കും കേരളത്തിൽ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു, ഈ കൊറോണ കാലത്ത് മാത്രമല്ല ബ്രേക്ക് ചേഞ്ച് ഉപയോഗിക്കുന്നത്, രാഷ്ട്രീയ രംഗത്ത് നിങ്ങൾ ബ്രേക്ക് ചേഞ്ച് ഉപയോഗിക്കണം. ഇവിടെ ഉമ്മൻചാണ്ടി കഴിഞ്ഞിട്ട് പിണറായി അധികാരത്തിൽ വന്നാൽ ഭരണ തുടർച്ചയല്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഇത് ഭരണ തുടർച്ച തന്നെയാണ്. ഇത് നാളെ പിണറായി പോയിട്ട് ഒരു UDF-കാരൻ വന്നാൽ അതും ഭരണ തുടർച്ചയാണ്. അതുകൊണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യം. രാഷ്ട്രീയ രംഗത്ത് ബ്രേക്ക് ചെയ്യും. അത് കേരളത്തിന്റെ മോചനത്തിന് അനിവാര്യമായ ആവശ്യമാണെന്ന അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്, അധ്വാനിക്കുന്നവന്, ഇടത്തരക്കാരന്, കൃഷിക്കാരന്, ഗ്രാമത്തിലും നഗരത്തിലും ജീവിക്കുന്നവര്, കടലോരത്തും മലയോരത്തും ജീവിക്കുന്നവര് ക്ഷേമവും ഔഷധം പ്രദാനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയം ഉണ്ടാകണം. ഈ കള്ളക്കടത്തുകാരിൽ നിന്ന്, രാജ്യദ്രോഹികളിൽ നിന്ന്, ഭീകരന്മാരിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ സാധിക്കണം. അവിടെ പ്രിയമുള്ളവരെ, അതിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭവും പോരാട്ടവും എന്ന് അടിവരയിട്ടുകൊണ്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ജനപ്രിയ സർക്കാരിന്റെ മാതൃകയിൽ ഒരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സർക്കാരിന്റെ ഈ
മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇനി വരാനിരിക്കുന്ന നാടുകളിൽ ഭാരതീയ ജനതാ പാർട്ടി നടത്താൻ പോകുന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജാതി മത രാഷ്ട്രീയ കക്ഷിഭേദമന്യേ മുഴുവൻ ജനങ്ങളും ഈ പ്രക്ഷോഭത്തിൽ പങ്കാളികളാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. ഈ കാസർഗോഡിന്റെ മണ്ണിൽ വെർച്വൽ റാലികൾ സംഘടിപ്പിച്ച സമയത്ത് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമാണുള്ളത്. ഈ കാസർഗോഡ് ജില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ്. ഞങ്ങൾ ഈ ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധീരര ഉശിരന്മാരായ നിരവധി പ്രവർത്തകന്മാർ വെല്ലുവിളിയിട്ട് ആണ് ഭാരതീയ ജനതാ പാർട്ടി ജില്ലയിൽ വളർന്നു വന്നിട്ടുള്ളത്. തീർച്ചയായും കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന് മാത്രമല്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തിളക്കമാർന്ന വിജയം ഈ കാസർഗോഡ് സംഭാവന ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കാസർഗോഡ് മാത്രമാവില്ല, ഇത് കേരളത്തിൽ മുഴുവൻ ഉണ്ടാകും. കാസർഗോഡ് നിന്ന് അങ്ങ് തെക്കോട്ടേക്ക് എല്ലാ ജില്ലകളിലും ഈ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ആ രാഷ്ട്രീയ മാറ്റത്തിൽ എല്ലാ സ്നേഹനിധികളായിട്ടുള്ള മുഴുവൻ ജനങ്ങളും പങ്കാളികളാകണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ജനങ്ങളും ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും അതിന് തയ്യാറാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ബിജെപിയുടെ കാസർഗോഡ് ജില്ലാ ഘടകം സംഘടിപ്പിച്ചിട്ടുള്ള ഈ വെർച്വൽ റാലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് അതേപോലെ വിവിധ സോഷ്യൽ മീഡിയയിലൂടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ ഈ പ്രസംഗം ശ്രമിച്ചിട്ടുള്ള എല്ലാ സഹപ്രവർത്തകന്മാർക്കും എല്ലാ നല്ലവരായ നാട്ടുകാർക്കും അക്രമിതമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. ബോലോ ഭാരത് മാതാ കീ ജയ്. ബോലോ ഭാരത് മാതാ കീ ജയ്. ബോലോ ഭാരത് മാതാ കീ ജയ്. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. നമസ്കാരം. ശ്രീ സുധാമോഹൻ സാറേ ಭ್ರಷ್ಟಾಚಾರದಿಂದ ಸಂಪೂರ್ಣವಾಗಿ ಬೆಂಬಲವನ್ನು ಕೊಟ್ಟುಕೊಂಡು ರಾಷ್ಟ್ರ ವಿರೋಧಿ ಶಕ್ತಿಗಳನ್ನ ಪೋಷಿಸುತ್ತಿರುವ ಈ ಸರ್ಕಾರ ಆದಷ್ಟು ಬೇಗನೆ ತೊಲಗಬೇಕು ಎಂಬುದಾಗಿ ಹೋರಾಟಕ್ಕೆ ಪ್ರಾರಂಭವನ್ನು ಮಾಡಿರ್ತಕ್ಕಂತಹ ಇಂದಿನ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿದಂತ ಪಕ್ಷದ ಆದರಣೀಯರಾದ ಜಿಲ್ಲಾಧ್ಯಕ್ಷರಾದಂತಹ ಅಡ್ವೊಕೇಟ್ ಶ್ರೀಕಾಂತ್ ಅವರಿಗೆ ಜಿಲ್ಲಾ ಸಮಿತಿ ಅಧ್ಯಕ್ಷರು, ಅದೇ ರೀತಿ ರಾಷ್ಟ್ರೀಯ ಕಾರ್ಯಕಾರಿ ಸದಸ್ಯರು, ಕೇರಳದ ಗೌರವಾನ್ವಿತರಾದಂತಹ ಪಕ್ಷದ ನೇತಾರರಾಗಿರತಕ್ಕಂತಹ ಶ್ರೀಯುತ ಕೆ ಕೃಷ್ಣದಾಸ್ ಅವರು ನಮ್ಮನ್ನು ಉದ್ದೇಶಿಸಿ ಉದ್ಘಾಟಿಸಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟಿಸಿದ್ದಾರೆ. ವೇದಿಕೆಯಲ್ಲಿರತಕ್ಕಂತಹ ಪಕ್ಷದ ಮಾಜಿ ಜಿಲ್ಲಾಧ್ಯಕ್ಷರು, ರಾಜ್ಯ ಸಮಿತಿ ಸದಸ್ಯರಾಗಿರತಕ್ಕಂತಹ ಶ್ರೀಮತಿ ಪಿ ಸುರೇಶ್ಕುಮಾರ್ ಶೆಟ್ಟಿರಾವ್ ಅವರಿಗೆ ಕೂಡ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸ್ತಾ ಇದ್ದರು. ಜಿಲ್ಲಾಧ್ಯಕ್ಷರಾದಂತಹ ಪುಣ್ಯಕನಮ್ಮರು, ಯುವಮೋರ್ಚಾದ ಜಿಲ್ಲಾಧ್ಯಕ್ಷರಾದಂತಹ ಧನಂಜಯ್ ಅವರು, ಓಬಿಸಿ ಮೋರ್ಚಾದ ಜಿಲ್ಲಾಧ್ಯಕ್ಷರಾದಂತಹ ಶ್ರೀಯುತ ಪ್ರೇಮರಾಜ್, ಎಸ್ಸಿ ಮೋರ್ಚಾದ ಜಿಲ್ಲಾಧ್ಯಕ್ಷರಾದಂತಹ ಸಂಪತ್, ಎಸ್ಸಿ ಮೋರ್ಚಾದ ರಾಜ್ಯ ಕಾರ್ಯದರ್ಶಿಯಾದಂತಹ ಶ್ರೀಯುತ ಎ.ಕೆ. ಕಯ್ಯಾರ್, ಅದೇ ರೀತಿ ಮಂಡಲ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷರುಗಳು, ಮೈನಾರಿಟಿ ಮೋರ್ಚಾದ ಆತ್ಮೀಯರಾದಂತಹ ರವಿ, ಅದೇ ರೀತಿ ಕಾಸರಗೋಡು ಮಂಡಲ ಸಮಿತಿ ಅಧ್ಯಕ್ಷರಾದಂತಹ ಶ್ರೀಯುತ ಅನಿಶ್ಚಿತವಾಗಿ ಪ್ರತ್ಯಕ್ಷವಾಗಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ವೀಕ್ಷಿಸಿರುವಂತಹ ಎಲ್ಲ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷದ ಎಲ್ಲ ಸ್ಥಳದ ಕಾರ್ಯಕರ್ತ ನೇತಾರಗಳಿಗೂ ಎಲ್ಲರಿಗೂ ಕೂಡ ಈ ಸಭೆಯನ್ನ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಪ್ರಸಾರಗೊಳಿಸಿದಂತಹ ಮಾಧ್ಯಮ ಮಿತ್ರರಿಗೂ ಕೂಡ ಹೃದಯದ ಧನ್ಯವಾದಗಳನ್ನು ಸಮರ್ಪಿಸ್ತಾ ಅಧ್ಯಕ್ಷರ ಅನುಮತಿಯ ಮೇರೆಗೆ ಕಾರ್ಯಕ್ರಮವು ಮುಕ್ತಾಯಗೊಂಡಿರುವುದಾಗಿ ಘೋಷಿಸುತ್ತದೆ.